നേര്യമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ സംസ്കാരം അല്പസമയത്തിനകം. വ്യാപക പ്രതിഷേധത്തിന് നാട്ടുകാർ. എറണാകുളത്ത് UDF കരിദിനം ആചരിക്കുന്നു. മാങ്കുളത്തെ വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതി തുടർ സമരത്തിലേക്ക്. കോതമംഗലത്തെ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധത്തിന് UDF. നേതാക്കളുടെ ഉപവാസം തുടരുന്നു. രാത്രിയിലെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പോലീസിന്റെ ശ്രമമെന്ന മാത്യു കുഴൽനാടൻ. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ജനവികാരം സംസ്ഥാനത്ത് ഉടലെടുത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നു. അതിൽ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഈ നിലയിൽ പ്രവർത്തിച്ചതെന്നും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ 2 മലയാളികൾക്ക് പരിക്കേറ്റു. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട അമേരിക്ക ഉപാധികളോടെ വെടിനിർത്തലിന് തയ്യാറെന്ന് ഹമാസ്. വിവാദങ്ങൾക്കിടെ അനിൽ ആന്റണിക്ക് വൻ സ്വീകരണം നൽകി BJP പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. താൻ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെന്ന് അനിൽ ആന്റണി. മോദിയുടെ വികസന പദ്ധതികൾ പത്തനംതിട്ടയിൽ എത്തിക്കുമെന്നുറപ്പ്. 2 സ്ഥാനാർത്ഥികളിലൂടെയുണ്ട്. 2 പേരെ കുറിച്ച് മോശമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പത്തനംതിട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഡീനും അസിസ്റ്റന്റ് വാർഡനും ഇന്ന് VCക്ക് വിശദീകരണം നൽകും. മറുപടിക്ക് ശേഷം നടപടി. സംസ്ഥാനത്ത് നിന്ന് KSUവിന്റെ വിദ്യാഭ്യാസ ബന്ദ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് കേരളം ഇന്നിറങ്ങുന്നു. ക്വാർട്ടറിൽ എതിരാളികൾ മിസോറാം. മത്സരം വൈകിട്ട് 7 അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ.